വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ കോൺക്രീറ്റ് ചെയ്ത PWD. മല്ലപ്പള്ളി സിവിൽ സ്റ്റേഷൻ റോഡിലെ വെള്ളക്കെട്ടുള്ള കുഴിയാണ് പൈപ്പ് പൊട്ടൽ നിർത്താതെ കോൺക്രീറ്റ് ചെയ്തത്. പൈപ്പ് പൊട്ടി വെള്ളം കെട്ടിനിന്ന് തകർന്ന റോഡ് PWD കോൺക്രീറ്റ് ചെയ്തത് മഴയും വെള്ളക്കെട്ടും ഉള്ള സമയത്ത്. മല്ലപ്പള്ളി സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന പ്രധാന റോഡിന്റെ തുടക്കഭാഗത്താണ് PWD അധികാരികളുടെ നിർദ്ദേശപ്രകാരം കോൺക്രീറ്റ് ചെയ്തത്. കഴിഞ്ഞ കുറേ നാളുകളായി ഗാലക്സി ചാനൽ ഇവിടുത്തെ റോഡ് തകർച്ചയും പൈപ്പ് പൊട്ടലും ചൂണ്ടിക്കാട്ടി വാർത്ത ചെയ്തിരുന്നു. ഇതേ തുടർന്ന് PWD ഇങ്ങനെയെങ്കിലും നടപടി സ്വീകരിച്ചെങ്കിൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്ന നിലയിലാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ നിലപാട്. വാട്ടർ അതോറിറ്റി ഓഫീസിന് 150 മീറ്റർ മാത്രം അകലമുള്ളയിടത്താണ് വർഷങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വെള്ളക്കെട്ടും റോഡ് തകർച്ചയും കാരണം സ്ഥിരമായി ഇവിടെ അപകടം നടക്കാറുണ്ടെന്ന് പൊതുപ്രവർത്തകനായ ശശി ചെമ്പുകുഴി പറഞ്ഞു. ഇവിടെയുള്ള ചാനലിലെ ഗാലക്സി അവർ സ്ഥിരമായിട്ട് ഇവിടെ വാർത്ത കൊടുക്കാറുണ്ട് ഇവിടുത്തെ അപകടങ്ങളെ പറ്റി. ഇപ്പോൾ അടുത്ത ദിവസമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവർ തന്നെ മടന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ സാധാരണ സ്ത്രീകൾ ഇത്രയും വലിയ കുഴിയോട്ടുണ്ടോ എത്രയോ പ്രാവശ്യം സ്കൂട്ടറിൽ വന്ന് വീണ് അപകടം പറ്റുന്നുണ്ട്. ഞങ്ങളിവിടെ അടുത്തുള്ളവരായതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ടെങ്കിലും പിടിച്ചെഴുന്നേപ്പിച്ച് വിടും. ഇതാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി. നിർമ്മാണ പ്രവർത്തനം ഈ റോഡിന് ശാശ്വതമായ പരിഹാരമാണ്? ഒരിക്കലുമല്ല. ഇത് ഏതെങ്കിലും പത്രക്കാരും അല്ലെ സാമൂഹ്യ പ്രവർത്തകർ പ്രതികരിക്കുമ്പം ഒരു ദിവസം രാവിലെ വന്ന് ഇവിടെ മുഖം മുന്നിക്കിട്ട് പോകും. ഇതിനടിയിലുണ്ടാകുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളുണ്ട്. ആ പൈപ്പ് സ്ഥിരമായിട്ട് പൊട്ടി ഇവിടെ വെള്ളം ഇങ്ങനെ മണിമരാർ ഒഴുകുന്ന പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ആരെങ്കിലും പറഞ്ഞറിയുമ്പം അവർ വന്ന് ഇതുപോലത്തെ മുഖം മുന്നിക്കിട്ടു. അതുപോലെ പൈപ്പ് അവർ മാറിയിടുന്നില്ല. ആ മുറിഞ്ഞു പോകുന്ന പഴയ ആസ്പെറ്റോസ് പൈപ്പിൻ്റെ പത്രേ ഭാഗം മാത്രം ഒട്ടിച്ചു വെക്കുക പതിവ്. ഒരിക്കലും ഇത് ശരിയാകാൻ പോകുന്നില്ല. ഇവിടെ ഒരു കലുങ്കോ ഓടയോ നിർമ്മിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ. നീരൊഴുക്ക് സ്ഥിരമായിട്ടുള്ള ഇവിടെ ഓടയിൽ കൂടി വെള്ളം ഒഴുകാൻ നടപടി സ്വീകരിച്ചാൽ റോഡ് തകർച്ച ഒഴിവാക്കാൻ സാധിക്കും.